ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ബദാമാണ്. നിങ്ങളുടെ കൈവശമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സേമിയ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നത്. ഇനി സേമിയ വേവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് 1/2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും അല്പം പാലുമായി മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്പം പോലും കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സേമിയ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ഉടനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് വല്ലാണ്ട് കുറുക്കം തോന്നുകയാണെങ്കിൽ അല്പം പാലോ വെള്ളമോ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം വാങ്ങി വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഇവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നേന്ത്രപ്പഴവും ആപ്പിളുമാണ്. രണ്ടും ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഒരല്പം കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രൂട്ട്സും കസ്റ്റാർഡ് മിക്സും ഒക്കെ ഗ്ലാസ് നിറയുന്നത് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ല ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.